ഹലോ എവരിവൺ, വെൽക്കം ടു ടോക്ക് TV. ഇന്നത്തെ സബ്ജക്ട് എന്ന് പറയുന്നത് ഏറ്റവും പുതിയ BMW R1300 GS. നമുക്കറിയാം 1250 നിന്നും 1300cc ആയിട്ടുള്ള കുറച്ചും കൂടി വലിയൊരു എഞ്ചിനിലേക്ക് BMW അവരുടെ ബിഗർ അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ കൊണ്ടുവരികയുണ്ടായി. കുറെ നാൾ മുൻപ് ഞാൻ അതിന്റെ ഏറ്റവും ആദ്യത്തെ ഫോട്ടോ ഒക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച കുറച്ച് കാര്യങ്ങളും പിന്നെ അവരുടെ ഏറ്റവും പുതിയ BMW R1300 GS അഡ്വഞ്ചർ അല്ലെങ്കിൽ GSA R1300 GSA എന്ന് പറയുന്ന മോഡലിന്റെ ചെറിയൊരു എന്താ പറയാ ഫസ്റ്റ് ഇംപ്രഷൻ എന്നൊക്കെ പറയുന്ന ഒരു വീഡിയോ ആണ്. ഞാൻ നേരിട്ട് ഒരു മോട്ടോർ സൈക്കിൾ ഇതുവരെ കണ്ടിട്ടില്ല. ഇപ്പോഴത്തെ തന്നെ അത് പോകാനും കാണാനൊക്കെ ഉള്ള പ്ലാൻ ഉണ്ട്. എന്തായാലും ഏറ്റവും ആദ്യത്തെ കാര്യം BMW R1300 GS എന്ന് പറയുന്നത് BMWന്റെ ഏറ്റവും വലിയൊരു മോട്ടോർ സൈക്കിൾ ആണെന്നുള്ള കാര്യം പറഞ്ഞു. പെർഫോമൻസിന്റെ കാര്യത്തെ കുറിച്ച് ഞാൻ അധികം പറയുന്നില്ല, കാരണം ആ ഒരു മോട്ടോർ സൈക്കിൾ പെർഫോമൻസിലെ ഒരു അടിപൊളി കില്ലർ മെഷീൻ തന്നെയാണ്. അതിന് ബോക്സറായിട്ടുള്ള ബോക്സി എഞ്ചിനും ആ ഒരു കാര്യങ്ങളൊക്കെ വളരെയധികം ഫേമസ് ആയിട്ടുള്ളതും വളരെയധികം അഡ്വഞ്ചർ ഓടിക്കുന്നവർക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ തന്നെയാണ്. അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അതിന്റെ പെർഫോമൻസിനെ കുറിച്ചല്ല, ഡിസൈനെ കുറിച്ചാണ്. ഏറ്റവും ആദ്യത്തെ കാര്യം, ഈ പുതിയ BMW 1300 GS ബേസ് ചെയ്തിട്ടുള്ള അവരുടെ ഡിസൈൻ ക്യാരക്ടർ നോക്കുമ്പോൾ നമുക്കറിയാലോ, മാർക്കറ്റിൽ എല്ലാ മാനുഫാക്ചറേഴ്സും അവരുടെ മോട്ടോർ സൈക്കിൾ സ്ലിം ആൻഡ് സ്ലീക്ക് ആക്കുക എന്നുള്ള ഒരു ഐഡിയയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു സ്ലിം ആൻഡ് സ്ലീക്ക് ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് ഏറ്റവും പുതിയ BMW R1300 GS അവർ കൊടുത്തിരിക്കുന്നത്. ഇനി ഡിസൈനിന്റെ കാര്യം എന്റെ കാഴ്ചപ്പാടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അത്രയും ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ അല്ല. പഴയ BMW R1250 GS ആ ഒരു അസിമെട്രിക് ആയിട്ടുള്ള ആ ഒരു ഡിസൈൻ, ആ ഒരു ഹെഡ്ലൈറ്റ് ഡിസൈൻ എന്ന് പറയുന്നതും ഓവറോൾ ആ ഒരു മോട്ടോർ സൈക്കിൾ ലുക്ക് എന്ന് പറയുന്നതും വേറെ ലെവൽ ലുക്കാണ്. പക്ഷെ അതിൽ നിന്നും ഏറ്റവും പുതിയ R1300 GS എന്ന് പറയുന്ന ഒരു ഡിസൈൻ ക്യാരക്ടറിലേക്ക് വന്നപ്പോൾ എന്താ പറയാ, നമുക്ക് ആ ഒരു ബൈക്ക് GS തന്നെയാണോ എന്ന് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഡിസൈൻ ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതിന്റെ ആ ഒരു DRL-ഉം അതുപോലെ തന്നെ ആ ഒരു ഹെഡ്ലൈറ്റ് ഡിസൈനും ഓവറോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ പോലും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പറയാറുണ്ട്, ഡിസൈനിന്റെ കാര്യം കളറിന്റെ കാര്യം ഓരോരുത്തരെയും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന കാര്യമാണ്. സോ അതുകൊണ്ട് എന്റെ ഒരു അഭിപ്രായമാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. കമ്പയർ ടു ദ ഓൾഡ് വണ്ണായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പുതിയ ഡിസൈൻ എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം. അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ ഇനി ഈ ഒരു ഡിസൈൻ കണ്ട് ഇഷ്ടപ്പെടുമോ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെനിക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള ഉത്തരം പറയാനായിട്ട് സാധിക്കില്ല. ചിലപ്പോൾ ഇഷ്ടപ്പെടാം, ചിലപ്പോൾ ഇഷ്ടപ്പെടാതിരിക്കാം. അപ്പൊ അതൊക്കെയാണ് ഏറ്റവും ആദ്യത്തെ ഡിസൈനിന്റെ കാര്യം എനിക്ക് പറയാനുള്ള. കുറെ പേര് ഇതിന്റെ ഡിസൈനിൽ നെഗറ്റീവ് ആയിട്ടുള്ള പല കാര്യങ്ങളും പറയുന്നത് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ചില മീംസ് ഒക്കെ കണ്ടിട്ടുണ്ട്, ചില ട്രോൾ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ഇമേജ് ഞാൻ ഇവിടെ കാണിക്കാം. നിങ്ങൾ തന്നെ ഈ ഒരു ഇമേജ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചില രീതിയിലുള്ള കോമഡി അല്ലെങ്കിൽ ചെറിയൊരു ചിരിയൊക്കെ വരാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇനി അവരുടെ ഏറ്റവും പുതിയ R1300 GSന്റെ അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ കുറച്ചും കൂടി ബിഗർ കപ്പാസിറ്റി ആയിട്ടുള്ള, കപ്പാസിറ്റി എന്ന് പറയുന്നത് അതിലെ സ്പേസ് കാര്യങ്ങൾ, നമ്മുടെ ലഗേജ് കപ്പാസിറ്റി, കുറച്ചും കൂടി ഓക്സിലറി റൈറ്റ്, പിന്നെ കുറച്ചുകൂടി ടെക്നോളജിയിൽ അഡ്വാൻസ് ചെയ്തിട്ടുള്ള അവരുടെ ഏറ്റവും പുതിയ ഈ പറയുന്ന 1300 തന്നെ GS അഡ്വഞ്ചർ അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഡിസൈനും കൂടി കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എന്റെ മനസ്സും എന്റെ മൈൻഡൊക്കെ മൊത്തത്തിൽ തകർന്നു പോയി. കാരണം 1300-നേക്കാളും എൻ്റെ അഭിപ്രായത്തില്, എൻ്റെ ആ ഒരു വ്യൂവില് ഭയങ്കര മോശമായിട്ടുള്ള അല്ലെങ്കിൽ അത്രയും നല്ല ഒരു ഡിസൈൻ, മോശമെന്ന് ഞാൻ പറയുന്നില്ല, ഇരുന്നാലും നല്ല ഒരു ഡിസൈൻ ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഒരു ബോക്സി ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ്, ഭയങ്കര ബോക്സി ആയിട്ടുള്ള ഒരു ഡിസൈൻ. പിന്നെ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് അവര് റൈനോനെ കണ്ടിട്ടാണോ ഈ ഒരു ഏറ്റവും പുതിയ R1300 GSA എന്ന് പറയുന്ന മോട്ടോർ സൈക്കിൾ ഡെവലപ്പ് ചെയ്തെന്നുള്ളൊരു, അല്ലെങ്കിൽ ആ ഒരു ജീവി നമുക്കറിയാം, റൈനോ എന്ന് പറയുന്നത് കണ്ടാമൃഗത്തിന്റെ ഒരു ഡിസൈൻ ക്യാരക്ടർ അല്ലെങ്കിൽ കണ്ടാമൃഗത്തിനെ റെഫറൻസ് ചെയ്തിട്ടാണോ ആ ഒരു മോട്ടോർ സൈക്കിൾ ഡിസൈൻ ചെയ്തതെന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്. അത് നിങ്ങൾക്ക് BMW R1300 GSയുടെ അഡ്വർടൈസ്മെന്റ് അവരുടെ ഏറ്റവും ആദ്യത്തെ ഒരു വീഡിയോയിൽ തന്നെ ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് ഈ പറയുന്ന റൈനോ അല്ലെങ്കിൽ ഈ ഒരു കണ്ടാമൃഗത്തിനെയും കാണിക്കുന്നത് കൊണ്ട് തന്നെ പിന്നെ ഓവറോൾ ആ ഒരു ഡിസൈൻ കാണുമ്പോഴും ഒരു കണ്ടാമൃഗത്തിൻ്റെതായിട്ടുള്ള ഒരു റെഫറൻസ് ഉള്ള പോലെ എനിക്ക് തോന്നി. ഇനി ഈ മോട്ടോർ സൈക്കിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറെ ടെക്നിക്കൽ ആയിട്ടുള്ള പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. ARIS എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് റൈഡിംഗ് അസിസ്റ്റന്റ് സിസ്റ്റം, അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ഷിഫ്റ്റ് അസിസ്റ്റന്റ് സിസ്റ്റം ഒക്കെ വരുന്നുണ്ട്. നമുക്ക് മാനുവലി ഓടിക്കാം, അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ഓടിക്കാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ക്ലച്ച് ലിവർ ഇല്ലാത്ത രീതിയിൽ അത് ഓപ്ഷണൽ ആയിട്ടൊക്കെയാണ് R1300 GSയിൽ വരുന്നത്. പിന്നെ 30 ലിറ്റർ ആയിട്ടുള്ള ടാങ്ക് ആണ്, അതും അലുമിനിയം ടാങ്ക്. പിന്നെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സേഫ് ക്രാഷ് ഗാർഡ്സ്, പ്രൊട്ടക്ഷൻ ബാറുകൾ, അങ്ങനെയുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു എക്സ്പെഡിഷൻ ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ ആണ് BMW R1300 GSA എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മെയിൻ ആയിട്ട് ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ള കാരണം തന്നെ ഇതിന്റെ ഡിസൈനെ കുറിച്ച് പറയാനാണ്. ഡിസൈൻ ഏറ്റവും ആദ്യത്തെ R1300 GS എന്ന് പറയുന്നതിന്റെ ഡിസൈനിന്റെ കാര്യവും എനിക്കിഷ്ടമായില്ല. R1300 GSA എന്ന് പറയുന്നത് ഭയങ്കര ബോക്സ് ആയിട്ട് ഒരു ഡിസൈനായി. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ, ചാ.